9 രാജ്യങ്ങൾ, 10,000-കണക്കിന് ആണവ മിസൈലുകൾ, വിരൽത്തുമ്പിലെ ഒറ്റ ബട്ടൺ അമർത്തിയാൽ ചാരമായി മാറാൻ പോകുന്ന ആഗോള നഗരങ്ങൾ. ഇതിനിടയിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വമ്പൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഭാരതം അതിന്റെ ആണവശേഷി നിശബ്ദമായി എന്നാൽ അതിശക്തമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതെ, ഇന്ത്യ ഇപ്പോൾ വെറും ഒരു പ്രതിരോധ രാജ്യമല്ല, കടിച്ചാൽ തിരിച്ചു കടിക്കുന്ന, ശത്രുവിന്റെ നെഞ്ചകം തകർക്കുന്ന ആഗോള ശക്തിയായി മാറിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഇന്ത്യ ഈ മഹാശക്തിയായി മാറിയത്? ആ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സിപ്രയുടെ ഏറ്റവും പുതിയ 2026 റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലോകം ഭയത്തോടെയാണ് അത് വായിച്ചു തീർത്തത്. കാരണം ശീതയുദ്ധത്തിന് ശേഷം ലോകത്ത് ആണവായുധങ്ങൾ കുറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കഥയൊക്കെ മാറി. ലോകം വീണ്ടും ഒരു ആണവ മത്സരത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. കണക്കുകൾ കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ലോകത്താകെ 12,187 ആണവായുധങ്ങളുണ്ട്. ഇതിൽ 9,745 എണ്ണം ഏത് സമയത്തും യുദ്ധത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ സൈനിക സംഭരണശാലകളിൽ സജ്ജമാണ്. അതിലും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ ഏകദേശം 4,012 ആണവായുധങ്ങൾ മിസൈലുകളിലും യുദ്ധവിമാനങ്ങളിലും ഇതിനകം ഘടിപ്പിച്ചും കഴിഞ്ഞു. ഇതിൽ 2,100-ലധികം ആയുധങ്ങൾ ഹൈ അലേർട്ടിലാണ്. അതായത് ആജ്ഞ കിട്ടിയാൽ നിമിഷങ്ങൾക്കകം തൊടുത്തുവിടാൻ പാകത്തിൽ. ഈ മഹാവിപത്തിന്റെ നടുവിലാണ് നമ്മുടെ രാജ്യം. തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വജ്രായുധം മൂർച്ച കൂട്ടുന്നത് ഈ അന്താരാഷ്ട്ര ആണവ മത്സരത്തിനിടയിലാണ്. ഭാരതത്തിന്റെ മാസ് എൻട്രി സിപ്രി ഇയർബുക്ക് 2026 വ്യക്തമാക്കുന്നതനുസരിച്ച് ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ സംവിധാനങ്ങൾ അടിമുടി ആധുനികവൽക്കരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ കൈവശം 180 ആണവായുധങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത് 190 ഉയർന്നിരിക്കുന്നു. ഇത് വെറുമൊരു സംഖ്യയല്ല, ഭാരതത്തിന് നേരെ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കൾക്കുള്ള കൃത്യമായ താക്കീതാണിത്. ഇന്ത്യ ഒന്നിനെയും ഭയപ്പെടുന്നില്ല, എന്നാൽ നമ്മുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കുകയുമില്ല എന്ന നയപ്രഖ്യാപനമാണിത്. പശ്ചിമേഷ്യയിലും ഏഷ്യയിലെയും വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളും ചൈന, പാകിസ്ഥാൻ എന്നീ അയൽ രാജ്യങ്ങളുടെ കുതന്ത്രങ്ങളും നേരിടാൻ ഇന്ത്യ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. ഭാരതം എക്കാലത്തും സമാധാനത്തിന്റെ വക്താക്കളാണ്, അറിയാമല്ലോ. നമ്മൾ ആദ്യം ആരെയും ആക്രമിക്കില്ല എന്ന നോ ഫസ്റ്റ് യൂസ് നയത്തിൽ ഇന്ത്യ എന്നും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഭാരതത്തിന്റെ സംസ്കാരം അതാണ്. എന്നാൽ നമ്മുടെ ഈ സമാധാന പ്രിയത്വം ബലഹീനതയെ കാണാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ ഒരു കാര്യം ഓർക്കുക: ഇന്ത്യ ആദ്യം ആക്രമിക്കില്ല. പക്ഷെ ഇന്ത്യക്ക് നേരെ ഏതെങ്കിലും ഒരു രാജ്യം ആദ്യത്തെ ആണവാക്രമണം നടത്തിയാൽ ആ രാജ്യത്തെ ഭൂമുഖത്ത് നിന്നും തന്നെ ഇല്ലാതാക്കാനുള്ള കനത്ത തിരിച്ചടി, അതായത് മാരകമായ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞു. ആ തിരിച്ചടി താങ്ങാൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും കഴിയില്ല. അമേരിക്ക അടക്കം പറയുകയാണ്. ഇന്ത്യയുടെ ആണവ ആധുനികവൽക്കരണം പ്രധാനമായും ആരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അറിയാമോ? അത് ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. നിലവിൽ 9 ആണവ രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ ആയുധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ചൈനയാണ്. ചൈനയുടെ കൈവശം ഇപ്പോൾ 620ഓളം ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ബീജിംഗിന്റെ ഈ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷിയെയും അതിവേഗം വളരുന്ന ആണവ ശേഖരത്തെയും തടഞ്ഞു നിർത്താൻ ഭാരതത്തിന് ശക്തമായ പ്രതിരോധം തീർത്തേയും മതിയാകും. അതിനുവേണ്ടി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഏറ്റവും വിനാശകാരിയായ ആയുധമാണ് ന്യൂക്ലിയർ ട്രയാഡ്. കരയിൽ നിന്നും, ആകാശത്തു നിന്നും, കടലിനടിയിൽ നിന്നും ഒരേ സമയം ശത്രുവിനെ ആണവാക്രമണത്തിലൂടെ തകർക്കാൻ കഴിയുന്ന അപൂർവം രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടവും ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നതുമായ ആ രഹസ്യ ആയുധം എന്താണെന്ന് അറിയാമോ? അതാണ് MRIV, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻസി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ്. സാങ്കേതിക വിദ്യ ലോകത്തിലെ ചുരുക്കം ചില വൻശക്തികൾക്ക് മാത്രം അവകാശപ്പെടാനുള്ള സാങ്കേതിക വിദ്യയാണിത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? സാധാരണ ഒരു മിസൈലിൽ ഒരു ആണവായുധം മാത്രമേ ഉണ്ടാവൂ. എന്നാൽ MIRV സാങ്കേതിക വിദ്യയുടെ ഇന്ത്യയുടെ മിസൈൽ ഒരേ സമയം ഒന്നിലധികം ആണവായുധങ്ങൾ ഘടിപ്പിക്കാം. ഈ മിസൈൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി ലക്ഷ്യസ്ഥാനത്തിനടുത്തെത്തുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത ആണവായുധങ്ങൾ പല ദിശകളിലേക്ക് പിരിഞ്ഞ് ഒരേ സമയം പല നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി കുതിക്കും. ശത്രു രാജ്യങ്ങളുടെ എത്ര വലിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കാൻ ഇന്ത്യയുടെ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും. ഇതോടൊപ്പം കാനിസ്റ്ററുകളിൽ സൂക്ഷിക്കാവുന്ന, അതായത് ഏത് നിമിഷവും എവിടെയും എളുപ്പത്തിൽ തൊടുത്തുവിടാൻ കഴിയുന്ന അത്യാധുനികമായ മിസൈലുകൾ ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട്. പൃഥ്വി 2, അഗ്നി 1, മീഡിയം റേഞ്ച് മിസൈലുകളായ അഗ്നി 2, അഗ്നി 3, ചൈനയുടെ ഏത് കോണിലേക്കും കുതിച്ചെത്താൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളായ അഗ്നി 4, അഗ്നി 5 എന്നിവയൊക്കെയാണ് ഭാരതത്തിന്റെ കരുത്ത്. ഇതിലേക്ക് പുതുമയായി എത്തിയ അഗ്നി P, അതായത് അഗ്നി പ്രൈം മിസൈൽ ശത്രുവിനെ കൃത്യതയോടെ വകവരുത്താൻ ശേഷിയുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് ശത്രുരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഇന്ത്യയുടെ രഹസ്യ കരുത്തിനെ കുറിച്ചാണ്. ഒരു യുദ്ധം ഉണ്ടായാൽ കരയിലെയും ആകാശത്തെയും സൈനിക താവളങ്ങൾ ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ടേക്കാം.
എന്നാൽ കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ആണവ അന്തർവാഹിനികളെ തൊടാൻ ആർക്കും സാധിക്കില്ല. അവിടെയാണ് ഇന്ത്യയുടെ അഭിമാനമായ INS അരിഹന്ത് എന്ന ആണവോർജ അന്തർവാഹിനി കളം നിറയുന്നത്. സമാധാനകാലത്ത് പോലും ഇത്തരം അന്തർവാഹിനികളിൽ ഇന്ത്യ ആണവായുധങ്ങൾ സജ്ജമാക്കി നിർത്താറുണ്ട് എന്നാണ് സിപ്രി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കടലിലെ ആഴങ്ങളിൽ സൈലന്റ് ആയി കിടന്ന് ശത്രുവിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന അരിഹന്ത് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ ഒരു ഭീഷണി ഉണ്ടായ നിമിഷങ്ങൾക്കകം K-15, K-4 തുടങ്ങിയ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ശത്രു രാജ്യങ്ങളെ പൂർണ്ണമായും കടപുഴക്കും. കടലിൽ നിന്നുള്ള ഇന്ത്യയുടെ ഈ ആക്രമണ ശേഷി ശത്രുക്കളുടെ ആക്രമണ ചിന്തകളെപ്പോലും ഭയപ്പെടുത്തുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ കണ്ട് ഭയന്ന് വാ പൊളിച്ചു നിന്നതാണ് ലോകരാജ്യങ്ങൾ. അപ്പോൾ ഇതോ, നമ്മൾ ചൈനയെ ലക്ഷ്യമിടുമ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങളെ ഭയത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. പാകിസ്ഥാന്റെ കൈവശം നിലവിൽ 170 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഒരു കാര്യവുമില്ല, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ ഇതെല്ലാം കണ്ടതാണ്. ഇന്ത്യയുടെ വമ്പൻ കരസേനാ മേധാവിത്വത്തെ നേരിടാൻ ചെറിയ തരം തന്ത്രപരമായ ആണവായുധങ്ങളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് സിപ്രി റിപ്പോർട്ട് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നത്. 2025 മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചുരുങ്ങിയ ദിവസത്തെ കടുത്ത സായുധ സംഘർഷം ഉണ്ടായിരുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്നു. ആ സമയത്ത് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ നീക്കമാണ് ഉണ്ടായത്. പാകിസ്ഥാന്റെ ആണവ നിലയങ്ങളെന്ന് സംശയിക്കുന്ന ചില തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തി. ഇന്ത്യയുടെ ഈ അഗ്രസീവ് മൂവ് കണ്ട് പാകിസ്ഥാൻ വിറച്ചുപോയി. സ്ഥിതിഗതികൾ ഒരു പൂർണ്ണ ആണവ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും പിന്നീട് നിയന്ത്രണം പാലിച്ചു. എങ്കിലും ഇന്ത്യ വിചാരിച്ചാൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ കഴിയുമെന്ന് ഭാരതം അവിടെ തെളിയിച്ചു. ആ നിമിഷമായിരുന്നു അത്. ആഗോളതലത്തിൽ ആണവ നിയന്ത്രണ കരാറുകൾ പരാജയപ്പെടുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സുതാര്യതയും കുറയുന്നു. വരും വർഷങ്ങളിൽ വലിയൊരു ആയുധ മത്സരത്തിനാണ് ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്നാൽ മാറുന്ന ഈ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ 140 കോടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭാരതം പ്രതിരോധ രംഗത്ത് ഇനിയും വമ്പൻ മുന്നേറ്റങ്ങൾ നടത്തുക തന്നെ ചെയ്യും. നമ്മൾ ആരെയും ചതിക്കില്ല. എന്നാൽ നമ്മളെ ചതിക്കാൻ വരുന്നവരെ വെറുതെ വിടുകയുമില്ല. ശത്രുക്കളുടെ ഏത് മിസൈൽ കോട്ടയും തകർക്കാൻ പോകുന്ന ആണവ കരുത്തുമായി ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്നും ഇതിലും വലിയ വാർത്തകൾ വരാനിരിക്കുന്നു. ഭാരതത്തിന്റെ ഈ മാസ് പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കപ്പോൾ എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തു വെക്കൂ, സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി.